സോ ഹായ് ഉമർ ഫറൂഖ്, കൺഗ്രാറ്റുലേഷൻസ്. നബോഷ് ഗ്രാജുവേറ്റ് ആയി അല്ലേ? ഇന്ന് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു. എന്ത് ഫീൽ ചെയ്യുന്നു? ഹാപ്പിയാണ്. കരിയറിൽ തന്നെ വന്നിട്ടൊരു ട്രാൻസിഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് സേഫ്റ്റിയിലോട്ട് ഒന്ന് നോക്കിയത്. ഹാപ്പിയാണ്. ഇപ്പോൾ നെഗോഷ്യ കിട്ടി. കറന്റ് ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്, പ്ലസ് ഡിപ്ലോമയും കൂടെ ഉണ്ട്. ഒരു 4 വർഷത്തെ ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ അത്യാവശ്യം കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് പേര് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു സീനിയറിൻ്റെ തന്നെ കൃഷ്ണൻ എന്നാണ് പറയുന്നത്. പുള്ളിക്കാരിയുടെ മുമ്പ് പഠിച്ചിട്ടുള്ള ആളാണ്. പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ കൂടി എടുത്തിട്ടാണ് അങ്ങനെ ഞാൻ വരുന്നത്. സോ ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഇപ്പോൾ പറഞ്ഞു ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെബോഷിലേക്ക് എത്തിയത്. സോ ഓഫ് കോഴ്സ് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലുണ്ടല്ലോ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിലുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് നിലവിലുണ്ട്. സോ എങ്ങനെയാണ് അൽസലാമയിൽ നിന്ന് തന്നെ നെബോഷ് തന്നെ എടുക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയത്? മെയിനായിട്ട് ഞാൻ ഈ കരിയർ ചൂസ് ചെയ്യാൻ കാരണം ഇപ്പോൾ AI റെവല്യൂഷനാണ്. പെട്ടെന്ന് AI കിടക്കാത്തൊരു ഏരിയയാണ് നമുക്ക് വന്നിട്ട് സേഫ്റ്റി ആ റോഡ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നെഗോഷ്യൻ എടുക്കാൻ കാരണം. സോ ഓക്കെ ഉമർ, അപ്പോൾ പറഞ്ഞു അൽസലാമയിൽ വന്നു, അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസിനാണല്ലേ വന്നത്. സോ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓവറോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി ചെയ്ത സമയത്ത് ട്രെയിനേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? മെയിനായിട്ട് എനിക്ക് വന്നിട്ടുള്ള 2 ട്രെയിനേഴ്സാണ് തന്നെ. 2 പേരായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ എക്സാമിൽ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം അതിനുള്ള ടിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം വെച്ചിട്ടാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനും കാരണം. ഓക്കെ, ഈ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരാൾ നമ്മൾ കണ്ടുമുട്ടുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ അതേ പ്രായമുള്ളൊരു കുട്ടി, ഇപ്പോൾ ബിടെക്കോ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി, സ്റ്റിൽ കൺഫ്യൂസിങ് ആണ്, എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയോട് ഉമർ ഫറൂഖ് എങ്ങനെ ആ കുട്ടീനെ അഡ്വൈസ് ചെയ്യും സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന്? സ്വന്തം എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം അത് പറ്റിയില്ല എന്ന് കണ്ടാൽ മാത്രം കുറച്ച് പേര് അഡ്വൈസ് എടുത്തതിന് ശേഷം നല്ലൊരു ഫീൽഡ് സെലക്ട് ചെയ്ത് അതിൽ ബെസ്റ്റ് ഫീൽഡാണ് വന്നിട്ട് സേഫ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഇൻ്റർവ്യൂ ഒന്ന് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയറാൻ പറ്റും. Okay, thank you so much Umar Farooq. Thank you and all the very best for your career.